ഹായ് മക്കളെ, നമുക്ക് ജനാധിപത്യ ഗവൺമെന്റുകളെ കുറിച്ച് വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ പരിചയപ്പെടാം. എല്ലാ ഭാഗങ്ങളും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാം. അപ്പൊ ജനാധിപത്യ ഗവൺമെന്റ് അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു ചാപ്റ്ററിന് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് സ്ഥിരമായിട്ട് ചോദ്യങ്ങളും വരാറുണ്ട് ആനുവൽ എക്സാമിനേഷന്. അപ്പൊ ഈ ഒരു ടോപ്പിക് നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, പഠിച്ചെടുക്കാം. എന്താണ് ജനാധിപത്യ ഗവൺമെന്റ് എന്നറിയാത്ത മക്കളൊന്നും അല്ല അവിടെ ഇരിക്കുന്നത്. എന്നാലും നമുക്കൊന്ന് ജസ്റ്റ് എന്താണ് എന്നുള്ളതിന്റെ ഒരു ഡെഫിനിഷൻ ഒക്കെ നോക്കി തന്നെ പോവാം അല്ലെ. ജനപ്രതിനിധികൾ നടത്തുന്ന ഭരണക്രമത്തെ ജനാധിപത്യ ഗവൺമെന്റ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇന്ത്യയിൽ ജനാധിപത്യ ഭരണക്രമമാണുള്ളത്. നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക്കൽ ഗവൺമെന്റ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അല്ലെ. ഗവൺമെന്റ് ഫോംഡ് ബൈ ദ റെപ്രസെന്റേറ്റീവ് ഓഫ് ദ പീപ്പിൾ ഈസ് കോൾഡ് ഡെമോക്രാറ്റിക് ഗവൺമെന്റ്. ഇന്ത്യ ഹാസ് ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെന്റ് എന്ന് നമുക്ക് കൃത്യമായിട്ടും കാണാൻ പറ്റും. നമ്മുടെ റൂളേഴ്സിന് ആരാണ് തെരഞ്ഞെടുക്കുന്നത്? നമ്മളാണ് തെരഞ്ഞെടുക്കുന്നത്, നമുക്ക് കൃത്യമായിട്ടും കാണാൻ പറ്റും. അപ്പൊ ഈ ഒരു ക്രമം നമ്മൾ ആര് ഗവേൺ ചെയ്യണം നമ്മൾ തീരുമാനിക്കുന്ന ഈ ഒരു ക്രമത്തെയാണ്, ഈ ഒരു ഓർഡറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജനാധിപത്യ ഗവൺമെന്റ് അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്തൊക്കെയാണ് മറ്റ് ഗവൺമെന്റുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പൊ മറ്റ് ഗവൺമെന്റുകളിൽ നിന്നും, മറ്റ് ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ രാജാധിപത്യത്തെ കുറിച്ചും അല്ലെങ്കിൽ ഏകാധിപത്യത്തെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ പട്ടാള ഭരണത്തെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ആ ഭരണക്രമത്തിൽ നിന്നും എന്താണ് ഈ ഒരു ഡെമോക്രസിയിലുള്ള അല്ലെങ്കിൽ ഡെമോക്രാറ്റിക്കൽ ഫോം ഓഫ് ഗവൺമെന്റിനുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ജനാധിപത്യ ഭരണകൂടമാണ് ഏറ്റവും മെച്ചം എന്ന് നമ്മൾ പറയുന്നത് എന്നുള്ളതാണ് നമുക്കിനി പ്രധാനമായിട്ടും നോക്കാനുള്ളത്. നമുക്കൊരു കമ്പാരിസൺ നടത്തി നോക്കാം. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ജനാധിപത്യ ഗവൺമെന്റുകളും ജനാധിപത്യേതര ഗവൺമെന്റുകളും അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ആൻഡ് നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് രണ്ട് ഭാഗങ്ങൾ നമ്മളിവിടെ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. അതിൽ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് നമ്മൾ നോക്കുക, ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ ഭരണമാണ് നമുക്ക് എവിടെ കാണാൻ പറ്റുന്നത്? ഡെമോക്രാറ്റിക്കൽ ഗവൺമെന്റിൽ കാണാൻ പറ്റുന്നത്. ഗവൺമെന്റ് ഫോംഡ് ബൈ ദ റെപ്രസെന്റേറ്റീവ്സ് ഇലക്ടഡ് ബൈ പീപ്പിൾസ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനി ജനാധിപത്യേതര ഗവൺമെന്റിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റിലേക്ക് പോകുമ്പോൾ നമുക്ക് അവിടെ എന്ത് കാണാൻ പറ്റും? അധികാരം പരമ്പരാഗതമായിട്ട് കൈമാറുകയോ പിടിച്ചെടുക്കുകയോ ചെയ്യുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. passed by hereditary or it is captured. ഒന്നെങ്കിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്, പരമ്പരാഗതമായിട്ട് കൈമാറുന്നുണ്ട് പവർ, അല്ലെങ്കിൽ അത് പിടിച്ചെടുക്കുന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റിൽ കാണാൻ പറ്റും. ഇനി ഡെമോക്രാറ്റിക് ഗവൺമെന്റ് മറ്റൊരു ഫീച്ചർ നോക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് അവിടെ എന്തുണ്ട്? അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം ആർക്കുണ്ട്? ജനങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ അവകാശങ്ങളും നിയമപരമായിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഉറപ്പ് നൽകുന്നുണ്ട്. ആളുകൾക്ക് എന്തുണ്ട്? ഫ്രീഡം ഓഫ് സ്പീച്ചും ഉണ്ട്. അതുപോലെ തന്നെ റൈറ്റ്സ് ഓഫ് പീപ്പിൾ ആർ ലീഗലി എൻഷ്യൂർഡ്. ആളുകൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ തന്നെ സ്വതന്ത്രമായിട്ട് അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ പറ്റും. അതുപോലെ തന്നെ അവകാശങ്ങളൊക്കെ ആൾക്കുണ്ട്, ആളുകൾക്കുണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്കുണ്ട്. ഇനി നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റിലേക്ക് പോകുമ്പോഴോ ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും പരിമിതമാണ്. ബിക്കോസ് അവർ ആരെക്കുറിച്ച്, അവിടുത്തെ ഭരണാധികാരികൾ ആരെക്കുറിച്ച് ബോധേഡല്ല, ആരെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. ജനങ്ങളെ കുറിച്ച് ചിന്തിച്ചില്ലെങ്കിലും അവർക്ക് ഭരണത്തിൽ തുടരാം. അവിടെ അവരെന്ത് ചെയ്യുന്നില്ല? ജനങ്ങൾക്ക് ആവശ്യത്തിനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യ പ്രകടനത്തിനുള്ള അഭിപ്രായ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ അവകാശങ്ങളോ റൈറ്റ്സോ അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് സ്പീച്ചോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, അത്രത്തോളം കൊടുക്കുന്നില്ല. അത് ലിമിറ്റഡ് ആണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനി ലാസ്റ്റ് പോയിന്റ് പറയുന്നത് ഭരണാധികാരികളും നിയമത്തിന് വിധേയരായി പ്രവർത്തിക്കുന്നു. ഇപ്പൊ നമ്മൾ ഡെമോക്രാറ്റിക്കൽ ഗവൺമെന്റിലാണെങ്കിൽ റൂളേഴ്സും എന്താണ്? സബ്ജക്ട് ടു ലോ. റൂളേഴ്സും എന്താണ്? നിയമത്തിനനുസരിച്ച് മാത്രമേ ആർക്കും പ്രവർത്തിക്കാൻ പറ്റുള്ളൂ, ഭരണാധികാരികൾക്കും പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. നമുക്ക് നോൺ ഡെമോക്രാറ്റിക്കൽ ഗവൺമെന്റിലേക്ക് പോകുമ്പോഴോ ഭരണാധികാരി നിയമത്തിന് അതീതമാണ്. കാരണം അവർ തീരുമാനിക്കുന്നതാണ് നിയമം. ഭരണാധികാരികൾക്ക് നിയമം പാലിക്കേണ്ട ആവശ്യമില്ല. റൂളേഴ്സ് ഈസ് സുപ്പീരിയർ ടു ലോ ബിക്കോസ് ദ ലോ ഈസ് ഇൻ. അപ്പൊ നമുക്ക് കാണാൻ പറ്റും ലോ മേക്ക് ചെയ്യുന്ന ആരാണ്? അവിടുത്തെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ റൂളേഴ്സ് ആണ്. അതുകൊണ്ട് അവർ മേക്ക് ചെയ്യുന്ന ലോസ് ആയതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അവരാണ് അതിനേക്കാളും മുകളിൽ എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ മക്കൾക്ക് അറിയാം എന്ത് തന്നെയാണ് മെച്ചപ്പെട്ട ഗവൺമെന്റ് എന്ന് പറയുന്നത്. ആളുകൾക്ക് സ്വാതന്ത്ര്യമുള്ള, ആളുകൾക്ക് അഭിപ്രായങ്ങൾ പറയാൻ പറ്റുന്ന, ആളുകൾക്ക് അവകാശങ്ങളുള്ള ഒരു ഗവൺമെന്റ് ആണ് എപ്പോഴും നല്ലത് അല്ലെ. അപ്പൊ അത് ഏത് ടൈപ്പ് ഓഫ് ഗവൺമെന്റ് ആണ്? നമ്മൾ ഇന്ത്യ ഫോളോ ചെയ്യുന്ന പോലെയുള്ള ഡെമോക്രാറ്റിക്കൽ ടൈപ്പ് ഓഫ് ഗവൺമെന്റ് ആണ് ഏറ്റവും ബെറ്റർ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന അഭിപ്രായങ്ങളൊക്കെ കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് എന്തൊക്കെ എന്താ പറയാ മെച്ചങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ മേന്മകളാണ് ഈ ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെന്റിൽ കാണാൻ പറ്റുന്നത് നോക്കാം. മെറിറ്റ് ഓഫ് ഡെമോക്രാറ്റിക് ഗവൺമെന്റ് അല്ലെങ്കിൽ ജനാധിപത്യ ഗവൺമെന്റുകളുടെ മേന്മകൾ നമ്മൾ നോക്കുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ജനാഭിലാഷം മാനിക്കുന്നുണ്ട്. റെസ്പെക്ട് ദ ഒപ്പീനിയൻ ഓഫ് ദ പീപ്പിൾ. ജനങ്ങളുടെ അഭിലാഷങ്ങൾ, ജനങ്ങളുടെ ആഗ്രഹങ്ങൾ, ജനങ്ങളുടെ എന്താ പറയാ ഒപ്പീനിയന് വലിയ പ്രാധാന്യം ആര് കൊടുക്കുന്നുണ്ട്? ഈ ഡെമോക്രാറ്റിക്കൽ ഫോം ഓഫ് ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്, നമുക്ക് കൃത്യമായിട്ടും കാണാൻ പറ്റും. അടുത്ത വൺ ഈസ് വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. അവിടെ എന്തുണ്ട്? പ്രൊട്ടക്ട് ദ ഫ്രീഡം ഓഫ് ഇൻഡിവിജ്വൽ. വ്യക്തികൾക്ക് എന്തുണ്ട്? അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഫ്രീഡം ഉണ്ട്. ഇൻഡിവിജ്വൽസിനൊക്കെ അവരുടേതായിട്ടുള്ള ഫ്രീഡം ഉണ്ട് എന്ന് നമുക്ക് എവിടെ കാണാൻ പറ്റും? ഡെമോക്രാറ്റിക്കൽ ഗവൺമെന്റിൽ നമുക്ക് കാണാൻ പറ്റും. അനദർ വൺ ഈസ് ഭരണാധികാരികളും ജനങ്ങളും ഒരേ നിയമത്തിന് വിധേയരാണ്. റൂളേഴ്സ് ആസ് വെൽ ആസ് ദ പീപ്പിൾ ആർ സബ്ജക്ട് ടു ദ സെയിം ലോ. അവിടെ റൂളേഴ്സിനാണെങ്കിലും പീപ്പിൾസിനാണെങ്കിലും സെയിം ലോ തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു നോൺ ഡെമോക്രസിയിലാണെങ്കിൽ അവിടെ ആരാണ്? അവിടുത്തെ റൂളേഴ്സ് എന്ന് പറഞ്ഞ ലോവിന് മുകളിലാണ് നമ്മൾ പറഞ്ഞു. പക്ഷെ ഇവിടെ റൂളേഴ്സും അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പീപ്പിൾസും സെയിം ലോ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്? ഒബേ ചെയ്യേണ്ടത് നമുക്ക് കാണാൻ പറ്റും. ലാസ്റ്റ് വൺ ഈസ്
ഭരണാധികാരികൾ ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. റൂളേഴ്സ് ആർ ഇൻഡെപ്റ്റഡ് ടു ദ പീപ്പിൾസ്. ഭരണാധികാരികൾ ജനങ്ങളെ കുറിച്ച് ബോധേഡാണ്, ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. കാരണം ഇവരെ തെരഞ്ഞെടുത്തത് ആരാണ്? ജനങ്ങളാണ്, പീപ്പിൾസ് ആണ്. അതുകൊണ്ട് തന്നെ അവർ ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും എന്തിനെ കുറിച്ച് പഠിക്കാനുള്ളത്? നമ്മുടെ ജനാധിപത്യ ഗവൺമെന്റുകളെ കുറിച്ച് അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ഗവൺമെന്റുകളെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ എന്തുകൊണ്ടും മെച്ചപ്പെട്ട് നിൽക്കുന്ന എന്ത് തന്നെയാണ്? ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെന്റ് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 5 മിനിറ്റ് കൊണ്ട് നമ്മൾ എന്ത് പഠിച്ചു കഴിഞ്ഞു? ജനാധിപത്യ ഗവൺമെന്റ് എന്താണ് എന്നുള്ളതും ജനാധിപത്യ ഗവൺമെന്റും ജനാധിപത്യേതര ഗവൺമെന്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതും നമ്മൾ 5 മിനിറ്റ് കൊണ്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് സാർ വീണ്ടും വരുന്നതാണ്. താങ്ക്സ് ടു ഓൾ, ബൈ.